ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ദും ദുർഗായേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ശ്രീമദ്ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 15-ാം അധ്യായം യുദ്ധശാന്തി. 14-ാം അധ്യായത്തിൽ ദേവഗുരു ബൃഹസ്പതി ദൈത്യരെ വഞ്ചിക്കുന്നതും അതിനെ തുടർന്ന് ശുക്രാചാര്യർ അസുരന്മാരെ ശപിക്കുകയും ദേവന്മാർ അസുരരോട് യുദ്ധം ചെയ്യാനെത്തുകയും പേടിച്ച ദൈത്യർ പ്രഹ്ലാദനെ മുൻനിർത്തി ശുക്രാചാര്യരോട് മാപ്പപേക്ഷിക്കുകയും ശുക്രാചാര്യർ അവർക്ക് അഭയം നൽകുന്നതും പരമാർത്ഥ സത്യത്തെ ബോധ്യപ്പെടുത്തുന്നതുമാണ് നമ്മൾ കണ്ടത്. വ്യാസൻ മഹാത്മാവാം ഭാർഗവൻ തൻ വാക്യമേവം ശ്രവിക്കവേ പ്രഹ്ലാദൻ പൂർണ്ണസന്തുഷ്ടനായി തീർന്നു ധരണീപതേ. ദൈവം ബലിഷ്ഠമെന്നായി കണ്ടേവം പ്രഹ്ലാദനോദിനാൻ യുദ്ധം ചെയ്താലുമുണ്ടാകാ ജയമിങ്ങ സുരേന്ദ്രരെ. ജയേച്ഛയാൽ തഥാ ചൊന്നാർ മതഗർവാണ്ടദാനവർ യുദ്ധം താൻ ചെയ്യണം ദൈവമെന്തെന്നാരിങ്ങറിഞ്ഞവർ. നിരുത്സാഹർക്കുതാൻ ദൈവം പ്രധാനം അസുരോത്തമ. ആരെങ്ങെമ്മട്ടു ദൈവത്തെ കണ്ടതാരു ചമച്ചതും. അതിനാൽ നാം ശക്തിയെ താൻ മുൻനിർത്തി ചെയ്യണം രണം. മുന്നടക്കുക സർവജ്ഞനല്ലോ നീ മഹിതാശയ. ദൈത്യന്മാരുടെ ഈ വാക്കാൽ പ്രഹ്ലാദൻ ശത്രുഭീഷണൻ സേനാനായകനായി പോരിന്നാഹ്വാനം ചെയ്തിതുംബരെ. പോരിന്നു തയ്യാറായി വന്ന ദൈത്യരെ കണ്ടു വിണ്ണവർ പടക്കോപ്പുകളും കൂട്ടിയടരിനായിറങ്ങിനാർ. പ്രഹ്ലാദനും ശക്രനുമായേവം 100 ആണ്ടു പൂർണ്ണമായി ഘോരം പോർ ചെയ്തു മുനിമാർ വിസ്മയിക്കും വിധം തഥാ. ശുക്രൻ തുണയ്ക്കയാലാവൻ പോരിൽ ദേവഗണങ്ങളെ പ്രഹ്ലാദ പ്രമുഖന്മാരാം ദൈത്യർ തോൽപ്പിച്ചു മന്നവ. ഗുരുപദേശത്താൽ ഇന്ദ്രൻ സ്മരിച്ചു മനസാ തഥാ സങ്കടം തീർത്തു മോക്ഷത്തെ ഏകുമജ്ജഗദംബയെ. ഇന്ദ്രൻ ജയദേവി മഹാമായേ തായേ ശരണദായികേ. ശംഖചക്രഗദാ പദ്മ ഖഡ്ഗശൂലധരേ ശിവേ. കൂപ്പുന്നേൻ ഭുവനേശാനി ശക്തിദർശന നായികേ. ദശതത്വാത്മികേ ദേവി മഹാബിന്ദുസ്വരൂപിണി. മഹാകുണ്ഡലിനീ രൂപേ സച്ചിദാനന്ദരൂപിണി. പ്രാണാഗ്നിഹോത്രവിദ്യേ കൈകൂപ്പാം ദീപശിഖാത്മികേ. പഞ്ചകോശാന്തരഗതേ പുച്ഛബ്രഹ്മസ്വരൂപിണി. ആനന്ദകലികേ തായേ സർവോപനിഷദർച്ചിതേ. അമ്മേ തെളിഞ്ഞരുൾക ദുർബലരായി ദൈത്യരോടേറ്റു തോറ്റൊരിവരെ പരിരക്ഷ ചെയ്യുക. നീ താൻ പ്രമാണമിഹ നീ ശരണം. സമസ്ത വീര്യോത്കടേ ഭവതി ദുഃഖവിനാശദക്ഷ. ധ്യാനിപ്പവർക്കഖില തുഷ്ടി സുഖങ്ങളും ധ്യാനിക്കാത്തവർക്കു പല ദുഃഖഭയങ്ങളെയും. മോക്ഷാർത്ഥികൾക്കു ഭവധാരണ ശക്തിയും നിസ്സംഗത്വവും പരമശാന്തിയുമേകുവോൾ നീ. ലോകാംബികേ പ്രതിതമാണിഹ നിൻ പ്രഭാവം.
രക്ഷാർത്ഥമാർത്തിയഖിലം കളയും പ്രതാപം. എല്ലാം ഹനിപ്പളവിൽ നീയൊരു കാലരൂപ. ഹാ മൂഢനെന്തറിയുമിച്ചരിതങ്ങളെല്ലാം. ബ്രഹ്മാവു വിഷ്ണുഹരനിന്ദനുമഗ്നി സൂര്യന്മാരും യമൻ വരുണനാശുകനെന്നു വേണ്ട ദിവ്യർഷിമാരുമഖിലാഗമസാരവും നിൻ നിസ്തുല്യ ശക്തിയറിയാനസമർത്ഥരത്രേ. സംസാര ദുഃഖമിയലാതെ സദാ സുഖത്തിൽ മുങ്ങും മഹാസുഹൃതി താൻ തവ ഭക്തനായോൻ. നിൻ ഭക്തിയറ്റൊരുവനെങ്ങനെ ജന്മമൃത്യു കല്ലോലമാണ്ടൊരഴലിൽ കടൽ താണ്ടുമമ്മേ. വെഞ്ചാമരത്തൈ കുളിർ കാറ്റുമേറ്റു സുഖിച്ചു മഞ്ചങ്ങളിലേറി വാഴ്വോർ ജന്മാന്തരത്തിൽ തവ പൂജ നാനാ ദ്രവ്യങ്ങളോടത ചെയ്തിരിക്കും. ആനപ്പുറത്താഢ്യതയാണ്ടിരിപ്പോർ വിലാസിനീ ലീലകളാൽ സുഖിപ്പോർ സാമന്തഭൂപാലകരാനമിപ്പോർ പൂജിച്ചിരിക്കും തവ ചേവടിത്താർ. വ്യാസൻ ഏവമിന്ദ്രൻ വാഴ്ത്തിയപ്പോൾ സിംഹവാഹിനിയായി ശിവ ചെമ്പൂമ്പട്ടും ദിവ്യമാല്യ ഭൂഷണാദിയുമാണ്ടവൾ ശംഖചക്രഗദാപത്മ ധരയാം ചാരുലോചന പ്രാദുർഭവിച്ചാൾ പെട്ടെന്നു നാലു കൈയൊടുമംബിക. സുരന്മാരോടോതി ദേവി തെളിവോലും മുഖത്തൊടും പേടിവേണ്ട സുരന്മാരെ സുഖമേകുന്നതുണ്ടു ഞാൻ. ഏവം കൽപ്പിച്ചു സിംഹത്തിൻ പുറത്തച്ചാരുരൂപിണി മദം ചിർത്തുള്ള ദൈത്യന്മാരുള്ളേടം ചെന്നു വിദ്രുതം. പ്രഹ്ലാദൻ തൊട്ട ദൈത്യന്മാർ ദേവിയെ തത്ര മുമ്പിലായി കണ്ടു ചെയ്യേണ്ടതെന്തെന്നായി പേടിച്ചോതി പരസ്പരം. മഹിഷാസുരനെ കൊന്നോൾ ചണ്ഡമുണ്ഡ വിനാശിനി മധുകൈടവരെ പണ്ടു കടാക്ഷം കൊണ്ടു കൊന്നവൾ. ശ്രീവിഷ്ണുവിനു തുണയായിതാ വന്നിതു ചണ്ഡിക നമ്മയെല്ലാം നിരാക്ഷേപം കൊല്ലുമിജ്ജഗദംബിക. ചൊന്നാൻ പ്രഹ്ലാദനുടന ചിന്താർത്തന്മാരോടിങ്ങനെ യുദ്ധമൊന്നും വേണ്ട പാഞ്ഞു തടി തപ്പാൻ ശ്രമിക്ക നാം. പിന്തിരിഞ്ഞോടുമവരോടേവം നമുചിയോദിനാൻ. രോഷിക്കിൽ തീജ്വാല വമിച്ചിവൾ നമ്മെ ഹനിച്ചിടും. ദുഃഖം വരാമട്ടിലൊക്കെ ചെയ്താലും നീ മഹാശയ ഭോഗപാതാളം അവളെ സ്തുതിച്ചാജ്ഞയെ വാങ്ങി നാം. പ്രഹ്ലാദൻ ഏവർക്കുമമ്മയായുള്ളോൾ ഭക്തർക്കഭയമേകുവോൾ സൃഷ്ടിസ്ഥിത്യന്തകരിയാം ആദിമായയെ വാഴ്ത്തുവൻ. വ്യാസൻ എന്നോദിയാ വിഷ്ണുഭക്തൻ പ്രഹ്ലാദൻ തത്വപണ്ഡിതൻ കൂപ്പുകൈമൊട്ടുകളോടും വാഴ്ത്തിനാൻ ജഗദംബയെ. ആരിൽ ചരാചരം നിൽപ്പോ മായയിൽ സർപ്പമെന്ന പോൽ നമിക്കാം ഹ്രീമൂർത്തിയാമ സർവാധിഷ്ഠാനരൂപയെ. നിന്നിൽ നിന്നീ വിശ്വമുണ്ടായി ജംഗമസ്ഥാവരാത്മകം നിമിത്തമാത്രമന്യോന്യന്മാർ അവരെയും ചമച്ചു നീ. കുപ്പാം ദേവി മഹാമായേ സർവർക്കും നീ ജനിത്രിയാൾ. വിണ്ണോരും ദൈത്യരും നിന്റെ സൃഷ്ടിതാൻ ഭേദമെന്തുതേ.
നല്ലതും ചീത്തയും മക്കൾ തമ്മിലമ്മയ്ക്കു ഭേദമോ? ഞങ്ങളും സുരരും തമ്മിലവണ്ണം ഭേദമെന്തുതേ? ഞങ്ങളും നിൻ മക്കളല്ലി പുരാണങ്ങളശേഷവും, അതിനാലല്ലീ നീ വിശ്വമാതാവെന്നായുരപ്പതും. ദേവന്മാരും സ്വാർത്ഥപരരതുപോലല്ലീ ഞങ്ങളും. ഞങ്ങൾ തമ്മിൽ ഭേദമില്ല, ഭേദമോ മോഹനിർമ്മിതം. ധനധാരാദിഭോഗത്തിൽ സക്തന്മാർ ഞങ്ങൾ രാപ്പകൽ, അതുപോൽ താൻ വിണ്ണവരും ഇതിലെന്തുള്ളുതന്തരം. കശ്യപൻ തന്റെ പുത്രന്മാരവർ ഞങ്ങളുമവ്വിധം, പിന്നെന്തമ്മയ്ക്കിവരോടും മാത്രമെന്തേ വിരോധവും? സർവകാരണയാമമ്മ കതിനാലിതയുക്തമാം ഞങ്ങളെയും സുരരെയും തുല്യരായി തന്നെ കാണണം. ഗുണമിശ്രിതത്തിൽ നിന്നല്ലി സുരാസുരർ പിറന്നതും, സത്വമാത്ര ഗുണന്മാരോ ദേഹം പൂണ്ടുള്ള വിണ്ണവർ. കാമം ക്രോധം ലോഭമിവ ദേഹമേതിലുമുള്ളതായി കാണുന്നു വൈരമില്ലാത്തോരാരുണ്ടുലകമേതിലും. അന്യോന്യവൈരമിതു നീ കൽപ്പിച്ചുണ്ടാക്കിയെന്നു ഞാൻ നിനയ്ക്കയാം പോരു കാണാനുള്ളൊരക്കൗതുകത്തിനാൽ. ചാമുണ്ഡേ, കലഹം കാണാൻ നീ കൊതിക്കാതിരിക്കുകിൽ, ഭ്രാതാക്കൾ തമ്മിൽ തമ്മിൽ താൻ ഇത്ര വൈരം ജനിക്കുമോ? ധർമ്മജ്ഞേ, ധർമ്മമെന്തെന്നു അറിയും ശക്രനെയുമേ, എന്നിട്ടും ഞങ്ങൾ തൻ ചണ്ഡ ഭോഗത്തിനാണു സർവദാ. നീയല്ലാതില്ല ലോകത്തിൻ ശാസ്താവായി മറ്റൊരാൾ ശിവേ. രാഗമുള്ളോന്റെ വാക്കേതു ബുദ്ധിമാൻ വകവെച്ചിടും? പാലാഴിമഥനം ചെയ്തു മുമ്പൊരിക്കൽ സുരാസുരർ, അന്നു ഭേദം കാട്ടി വിഷ്ണു സുധാരത്നച്ഛലത്തിനാൽ. പാലനത്തിനു നീ കൽപ്പിച്ചേൽപ്പിച്ച ഹരിയാം വിഭു, സ്വയം കൈക്കൊണ്ടു ലോഭത്താൽ സുരസുന്ദരി ലക്ഷ്മിയെ. ഐരാവതം പാരിജാതം കാമധേനുഹയോത്തമം, എല്ലാം ഹരിച്ചു ഹരിതന്നാജ്ഞയാലിന്ദ്രനും തഥാ. അനീതിയേവം ചെയ്തിട്ടും ദേവന്മാർ സജ്ജനങ്ങളായി, അധർമ്മിമാരല്ലീ വിണ്ണോർ ധർമ്മലക്ഷണമോർക്കുകിൽ. മാനിച്ചു വിഷ്ണുവവരെ വാഴിച്ചാൻ സംശയം വിനാ, തോറ്റിദേവം ദാനവന്മാർ കാൺക നീ ധർമ്മലക്ഷണം. നീതിയെങ്ങു സത്യമെങ്ങെങ്ങു കാര്യവും, നിരീശ്വരമതം തന്നെ ആരോടോതേണ്ടതൊക്കെയും. വേദവും സ്മൃതിയും തർക്കശാസ്ത്രവും ധർമ്മശാസ്ത്രവും, സകർത്തൃകം വിശ്വമെന്നു മൂഢത്വത്താൽ കഥിക്കയാം. വിശാലമീ പ്രപഞ്ചത്തിനു ഉണ്ടൊരാൾ നാഥനെങ്കിലോ? ഒരേ സൃഷ്ടിയിലിമ്മട്ടു വൈരുദ്ധ്യങ്ങൾ വരാവതോ? വേദത്തിലുണ്ടു വൈരുദ്ധ്യം ശാസ്ത്രങ്ങളിലുമവ്വിധം. ഒരേ വാക്കല്ല വേദജ്ഞന്മാരോതുന്നതോർക്കുകിൽ, സചരാചരമീ വിശ്വമെല്ലാം സ്വാർത്ഥൈകതത്പരം. ഉണ്ടായില്ലിനിയുണ്ടാകയില്ല നിസ്വാർത്ഥിയായൊരാൾ, വിദ്വാനാം ശശിയും കട്ടു ബലത്താൽ ഗുരുപത്നിയെ. ധർമ്മജ്ഞനിന്ദ്രനും കട്ടാനേവം ഗൗതമപത്നിയെ, ഭുജിച്ചു ഗുരുവും ഗർഭവതിയാം
ഭ്രാതൃഭാര്യയെ. ശപിച്ചു ഗർഭസ്ഥബാലൻ തന്നെ അന്ധനുമാക്കിനാൻ. തെറ്റു ചെയ്യാതെ താൻ രാഹു കണ്ഠം ചക്രത്തിനാൽ ബലാൽ ഛേദിച്ചു സത്വവാനായ വിഷ്ണുവും കൂടി അംബികേ. എൻ പൗത്രനോ ദാനധർമ്മനിഷ്ഠൻ സത്യപരാക്രമി, പ്രശാന്തൻ യജ്ഞകർത്താവു സർവജ്ഞൻ സർവപൂജകൻ. വാമനൻ തൻ വേഷമാർന്നു കള്ളങ്ങളറിയും ഹരി. ആ മാബലിയെ വഞ്ചിച്ചു നാടും തട്ടിയെടുത്തുപോൽ. എന്നിട്ടും സുരരെ ചൊൽവോ ധീമാന്മാർ ധർമ്മനിഷ്ഠരായി. ചാടൂക്തിയും ധർമ്മവാദങ്ങളും കൊണ്ടവർ വെൽകയാം. ഏവം ഗ്രഹിച്ചിച്ച പോലെ ചെയ്താലും ജഗദംബികേ. രക്ഷയോ ശിക്ഷയോ ചെയ്യാം ശരണം ദാനവർക്കു നീ. ദേവി, നിർഭയം ദൈത്യരെ നിങ്ങൾ പാതാളത്തിൽ ഗമിക്കുവിൻ. വൈരം വെടിഞ്ഞു വാണാലും അങ്ങു നിങ്ങൾ യഥേപ്സിതം. ശുഭാശുഭങ്ങൾ തൻ ഹേതു കാലമെന്നോർത്തടങ്ങുവിൻ. വിരക്തി നന്നായി വന്നോർക്കു സുഖം താനെങ്ങും എപ്പോഴും. ത്രൈലോക്യവും ലഭിച്ചാലും ലോഭികൾക്കെങ്ങുവാൻ സുഖം. ആശാഗ്രസ്തർക്കില്ല പൂർണ്ണസുഖം കൃതയുഗത്തിലും. അതിനാൽ എന്നാജ്ഞ മാനിച്ചേവരും കൽമഷം വിനാ പോയാലും ഇപ്പൂമി വിട്ടു പാതാളത്തിങ്കലേക്കുടൻ. വ്യാസൻ ദേവി തൻ വാക്യമീ വണ്ണം കേട്ടു മാനിച്ചു സർവരും. കുമ്പിട്ടാശിസ്സും ഉൾക്കൊണ്ടുപോയാർ പാതാളഭൂമിയിൽ. മറഞ്ഞു ദേവിയും വിണ്ണോർ പൂകിനാർ സ്വാലയങ്ങളും. വൈരമെന്യേ സുഖിച്ചാര ദേവദാനവരിങ്ങനെ. ഈ ആഖ്യാനം മുഴുവനും കേൾപ്പതാർ ചൊല്ലിടുന്നതാർ. അവർ ദുഃഖങ്ങളെല്ലാം തീർന്നുത്തമം സ്ഥാനമാർന്നിടും. ഓം ശ്രീ ജഗദംബായേ നമഃ. 15-ാം അധ്യായം സമാപ്തം. 15-ാം അധ്യായത്തിൽ ദേവാസുര യുദ്ധത്തിൽ ശുക്രാചാര്യരുടെ അനുഗ്രഹത്താൽ ദൈത്യർ വിജയികളാവുകയാണ്. ഇന്ദ്രൻ ബൃഹസ്പതിയുടെ ഉപദേശത്താൽ ജഗദംബയായ അമ്മയെ സ്തുതിക്കുകയും അമ്മ സിംഹവാഹിനിയായി ഗദാ ശംഖ ചക്ര പത്മാദി ധരിച്ചുകൊണ്ട് എഴുന്നള്ളി കണ്ട അസുരർ പേടിച്ച് യുദ്ധരംഗം വിട്ട് പിന്മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ 2-ാം ഭാഗത്ത് പ്രഹ്ലാദ സ്തുതി, ദേവിയെ പ്രഹ്ലാദൻ സ്തുതിക്കുന്നതും അതേപോലെ തൻ്റെ പരിഭവം, ദൈത്യരെയും ദേവന്മാരെയും വിഷ്ണു ഭഗവാൻ 2ആയി കാണുന്നു എന്നും അമ്മ ജഗദംബികയും അതുപോലെ ആവരുത്, അങ്ങനെ ആയാൽ നമുക്ക് അഭയം മറ്റാരുമില്ല എന്നും പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സന്തുഷ്ടയായ ആ ജഗദംബിക രക്ഷയോ ശിക്ഷയോ നൽകാം എന്ന പ്രഹ്ലാദൻ്റെ വാക്കിനെ മുൻനിർത്തി നിർഭയം പാതാളത്തിൽ ഗമിക്കുവാനായി അസുരർക്ക് വരം നൽകുന്നു. അവിടെ സമാധാനമായി കഴിയുവാനും അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവാസുര യുദ്ധത്തിന് ഒരു താൽക്കാലിക പരിസമാപ്തി ഉണ്ടാകുന്നു. ഓം ശ്രീ ജഗദംബായേ നമഃ.